എല്ലാവർക്കും അച്ചാട്ട് ഫിറ്റ്നസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പറഞ്ഞ പോലെ തന്നെ 2 ദിവസത്തിനുള്ളിൽ വേറെ വീഡിയോയുമായി ഞാൻ എത്തുമെന്ന് പറഞ്ഞ് ഇതാ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ടോപ്പിക്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഡെലിവറി, ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞ ഉടൻ പല സ്ത്രീകളെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഡമ്മി ഫാറ്റ്. അത് നോർമൽ ഡെലിവറി ആയി കഴിഞ്ഞാലും സിസേറിയൻ ആയി കഴിഞ്ഞാലും സ്ത്രീകളിൽ ഉണ്ടാകുന്ന മെയിൻ ഒരു പ്രശ്നമാണ് ലോവർ ആബ്സ് തൂങ്ങിക്കിടക്കണം. അത് എത്ര വർക്കൗട്ട് ചെയ്താലും മാറത്തില്ല. അതിന്റെ കാരണങ്ങളാണ് ഇന്നത്തെ എന്റെ മെയിൻ ടോപ്പിക്. അതെങ്ങനെ കുറച്ചു കൊണ്ടുവരാം, ഏത് രീതിയിലുള്ള വർക്കൗട്ട് ചെയ്യണം, എങ്ങനെ ഫുഡ് കഴിക്കണം, എങ്ങനെ ഉറങ്ങണം, ഏത് രീതിയിലെല്ലാം അതിനെപ്പറ്റി ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അതിനു മുന്നേ എനിക്ക് ചെറിയൊരു കാര്യം നിങ്ങളോടൊരു കാര്യം ഷെയർ ചെയ്യാനുണ്ട്. ഈ ഒരു 20ാം നൂറ്റാണ്ടിൽ ഈ ന്യൂ ജനറേഷനോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡെലിവറി എന്ന് പറഞ്ഞാൽ പ്രസവം, അത് സുഖപ്രസവമായി കഴിഞ്ഞാലും സിസേറിയനായി കഴിഞ്ഞാലും സ്ത്രീകൾക്ക് മാത്രം പറ്റുന്ന ഒരു വലിയൊരു കാര്യമാണ്, ഒരു പുണ്യകർമ്മമാണ്. അത് നമുക്കൊരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. അവര് അനുഭവിക്കുന്ന വേദന, അവര് സഹിക്കുന്ന ആ ഒരു 9 മാസം 10 മാസം 8 മാസം അതൊരിക്കലും ആർക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോ ഞാൻ എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ 9 മാസം ചുമന്ന് നടന്ന് പ്രസവിച്ചൊരു ലെവൽ എത്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ജനറേഷനിലല്ല, കുറെ ജനറേഷൻ നമ്മൾ കാണുന്ന അച്ഛനമ്മമാരെയും വൃദ്ധസദനത്തിലേക്ക് ചവിട്ടിത്തള്ളുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നമുക്കൊരിക്കലും മനസ്സിലാവില്ല. നമ്മളൊരു പ്രായത്തിനനുസരിച്ച് ഒരു പ്രായമാകുമ്പോൾ നമ്മൾ അച്ഛനമ്മയും പറയുന്നതിൽ കേൾക്കാത്ത ഒരു പ്രായം ഉണ്ടായിരുന്നു, എനിക്കുണ്ടായിരുന്നു. നമ്മുടേതായ ലോകം, നമ്മൾ പറയുന്നതാണ്, നമ്മൾ ചെയ്യുന്നതാണ് ശരി എന്നൊരു ടൈം ഉണ്ടാകും. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും, ആരില്ലാന്ന് പറയേണ്ട, എല്ലാവർക്കും ഉണ്ടാവും. അവരുള്ള സമയത്ത് അവരുടെ വില നമുക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല. അവരെ വിട്ട് നമ്മൾ കുറച്ച് ദൂരെ, അവർ കാണാതെ, അവരടുത്തല്ലാത്തൊരു സ്ഥലത്ത് എത്തിപ്പെടുമ്പോഴാണ് അച്ഛനമ്മ എന്നൊരു വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നത്. അത്ര നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഇരിക്കുമ്പോ ഫുഡ് കിട്ടുന്നുണ്ട്, ഡ്രസ്സ് വലിച്ചെറിഞ്ഞാൽ അലക്കിയിട്ട് അമ്മ കൊണ്ടുത്തരുന്നുണ്ട്, അച്ഛൻ ജോലി എടുത്ത് പൈസ കൊണ്ടുത്തരുന്നുണ്ട്, ഒരു ടെൻഷനും ഇല്ല. അവരെ വിട്ട് നമ്മൾ സ്വന്തമായി ജോലി ചെയ്യാൻ തുടങ്ങി, നമ്മൾ സ്വന്തമായി നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മളെ അച്ഛനമ്മ എന്ന നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ അത് അനുസരിക്കാമായിരുന്നേന്. അത് വിചാരിക്കുന്ന സമയത്ത് നമ്മൾ കുറെ ലേറ്റായി പോകും. അത് ഞാനിന്നൊരിടയ്ക്ക് അനുഭവിക്കുന്നുണ്ട്. ആ അച്ഛനമ്മേന്റെ ഒരു മിസ്സിങ് ഒരു നാട്ടിലുണ്ട്, എന്നാലും അവര് ഇല്ലാത്തൊരവസ്ഥ, നമ്മുടെ അടുത്തില്ലല്ലോ എന്നുള്ളൊരവസ്ഥ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അതെല്ലാവർക്കും ഉണ്ടാവും. അപ്പോ ആ അമ്മ അനുഭവിച്ച വേദന അത് എത്രത്തോളമാണ്. കൃത്യമായി ഒന്ന് ബാത്റൂമിൽ പോലും പോകാൻ പറ്റാതെ നമ്മളെ കെയർ ചെയ്ത് എത്തിച്ച് നിലയിലെത്തിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാൻ വേണ്ടി പാടില്ല. അമ്മയും അച്ഛനമ്മ, അത് കഴിഞ്ഞ് മാത്രമേ വേറെ എന്തുള്ളൂ. അത് മാത്രം മതി. നിങ്ങൾ വേറെ ഒന്നും കൊടുക്കണ്ട. പണമല്ല, സ്നേഹം. അവർ കണ്ണടയുന്നത് വരെ അവരെ സ്നേഹിക്കുക, മനസ്സറിഞ്ഞ് സ്നേഹിക്കുക. സ്നേഹിക്കാൻ പല വഴികളുണ്ട്. ഒന്ന് തുറന്ന് സംസാരിച്ചാൽ മാത്രം മതി. അച്ഛനമ്മ എന്ന് വിളിച്ച് സംസാരിച്ചാൽ മാത്രം മതി. അതും സ്നേഹം തന്നെയാണ്. അതുപോലെ ചെയ്യാത്ത എത്രയോ ആൾക്കാരുണ്ട്. അപ്പോ ഇത് എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. എല്ലാവരും മനസ്സിലാക്കുക, അച്ഛനമ്മ എന്താണെന്ന്. സ്നേഹിക്കുക, മരണം വരെ സ്നേഹിക്കുക, അത്രമാത്രം. അപ്പോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഈ ഫാറ്റ് റിമൂവ് ചെയ്യുക, എങ്ങനെയാണ് ഈ ഫാറ്റ് ഡമ്മി ഫാറ്റ് ടൈറ്റ് ചെയ്യുക, എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ള ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പോ എങ്ങനെയാണ് ഈ ഫാറ്റ് നമുക്ക് ഉണ്ടാകുന്നത്? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകളിലും 100% സ്ത്രീകളിലും ആഫ്റ്റർ ഡെലിവറി, നോർമൽ ഡെലിവറി ആയി കഴിഞ്ഞാലും സിസേറിയൻ ആയി കഴിഞ്ഞാലും നമുക്കൊരു സുഖചികിത്സയുണ്ട്. അപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിൽ 6 ആഴ്ചയാണ്, സിസേറിയൻ ആണെങ്കിൽ 6 മാസം. ആ ഒരു കാലയളവുണ്ട്. ആ ഒരു കാലയളവിൽ ഇവർക്ക് കിട്ടുന്ന ഒരു സുഖചികിത്സ. കാരണം എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ സുഖചികിത്സ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, പച്ചമരുന്നുകളും പഴയ കാലഘട്ടങ്ങളിൽ എനിക്കൊന്നും ഓർമ്മയുണ്ട്, പച്ചമരുന്നുകളും എല്ലാം കൂട്ടി അരച്ചൊരു ലേഹ്യമായിട്ടാണ് ഇവർക്ക് കൊടുക്കുക, 3 നേരം കൊടുക്കുക. കാരണം വെച്ചാൽ ഇവരെ ഈ പ്രസവത്തിന് ശേഷം ഇവർ ഫുൾ വീക്കായിരിക്കും, ഓൾ ബോഡി വീക്കായിരിക്കും. അത്രയും വലിയൊരു
പ്രഷറാണ് ബോഡിക്ക് ഉണ്ടാവുക ഒരു പ്രസവത്തിന് ശേഷം. ഈ പ്രസവിക്കുന്ന സമയത്ത് തന്നെ എത്രയോ വേദന സഹിച്ച് നമ്മുടെ ബോഡി ഫുൾ വീക്കാവും. അതിൽ ലോവർ ബാക്ക് ഓളെ എല്ല് ഫുള്ളായിട്ട് നമ്മൾ വീക്കാവും. ഏതൊരു അമ്മയായാലും ഏതൊരു പെങ്ങള് കുട്ടികളായാലും എത്രയോ വേദന സഹിച്ചിട്ട് ഇത് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് പ്രസവത്തിന് ശേഷം നമുക്കൊരു റിലാക്സ് ടൈം ഉണ്ട്. ആ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മുടെ ഡയറ്റ് പ്ലാൻ അല്ല. അത് ഡെലിവറി നോർമൽ ഡെലിവറി ആയി കഴിഞ്ഞു സിസേറിയൻ ആയി കഴിഞ്ഞു ആ ഒരു കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ന് വെച്ചാൽ പല ആൾക്കാരും നമ്മളെ മീറ്റ് ചെയ്യാൻ വേണ്ടി വരും, കാണാൻ വേണ്ടി വരും. തരുന്ന ഫുഡ് സന്തോഷത്തോടെ നമ്മൾ ഇരുന്ന് കഴിക്കും. മെയിൻ ഒന്ന് കഴിക്കുന്ന ഫുഡുകളെല്ലാം ഫാറ്റ് ഫുഡ് ആയിരിക്കും. അതൊരിക്കലും നമുക്ക് ഇപ്പൊ ഞാൻ ഡയറ്റാണ് എനിക്ക് ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് ഒരാളും പറയത്തില്ല. ആ ഒരു 6 മാസം ഇത്ര 6 ആഴ്ച നിങ്ങൾ ഇരുന്ന് ഫുഡ് കഴിക്കും. ഒരൊന്നും ബോഡി മൂവ് ഉണ്ടാവില്ല. എല്ലാം അമ്മയാ ചെയ്യുന്നുണ്ടാവുക. കുട്ടീനെ കുളിപ്പിക്കുന്നതെല്ലാം അമ്മ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് അനുഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇനി ഇരുന്നിട്ട് കഴിക്കലായിരിക്കും. മെയിൻ ഇതൊരു കാരണം തെറ്റായ ഒരു കാരണമല്ല. ഞാൻ ഇത് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് അല്ലാതെ ഒരിക്കലും ഞാനിതൊരു നിങ്ങൾ ഇരുന്ന് കഴിക്കുന്നതിൽ ഒരിക്കലും തെറ്റായിട്ട് ഒരിക്കലും കാണാൻ വേണ്ടി പാടില്ല. അതെല്ലാവരും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് മസ്റ്റായിട്ട് കഴിക്കണം, അങ്ങനത്തെ ഒരു ഫുഡ് കഴിക്കണം. അല്ലാതെ നമുക്ക് ഒരിക്കലും റിക്കവറി കിട്ടത്തില്ല. അതാണ് ഒരു മെയിൻ കാരണം. ഇത് വരൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ആ കഴിക്കുന്ന ഒരു ഫുഡ് ഒരു കാലഘട്ടത്തിൽ കഴിക്കുന്ന ഫുൾ ഹെൽത്തി ഫുഡ് ആയിരിക്കും. അതൊന്നും ഫാറ്റ് ഫുഡ് ആയിരിക്കും കൂടുതൽ കഴിക്കുന്നത്. നെയ്യ് കൂടുതലുള്ള ഫുഡായിരിക്കും. നമുക്ക് പെട്ടെന്ന് റിക്കവറിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ആ ഫുഡ് തരുന്നത്. അത് നമ്മളൊന്നും നോക്കൂല, കണ്ണും പൊട്ടി കഴിക്കും. അത് 6 മാസമായാലും 6 ആഴ്ചയായി കഴിഞ്ഞാലും കണ്ണ് പൊട്ടി കഴിക്കും. മെയിൻ കാരണം അതൊന്നും ബോഡി അനങ്ങത്തില്ല. നമ്മുടെ ബോഡി അനങ്ങാതെ കോമൺ ആയിട്ട് ഒരു ഫുഡ് കഴിച്ചാൽ എന്താണ് അവസ്ഥ ഉണ്ടാവുക നമുക്ക്. പിന്നെ രണ്ടാമത്തെ, കുട്ടികള് പ്രസവിച്ച ഉടൻ കുട്ടികൾ ഒരിക്കലും രാത്രിയല്ല ഉറങ്ങുക, രാവിലെ ഉറങ്ങും. രാവിലെ ഇങ്ങനെ ഉറങ്ങും വൈകിട്ട് വരെ. രാത്രിയാകുമ്പോ ഓരോന്ന് പരിപാടി ഉറങ്ങും, കരച്ചില്ല. അപ്പൊ അമ്മേന്റെ ഉറക്കവും രാത്രി അങ്ങ് പോകും. ഈ ഒരു സമയത്ത് നല്ല ഫുഡും കഴിക്കും, രാത്രി ഉറങ്ങിയിട്ടില്ലെങ്കിൽ എന്താണ് കാരണം എന്ന് ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോ ബാക്കിൽ ഞാൻ പറഞ്ഞിട്ടായിരുന്നു. എന്താ ഉണ്ടാവുക? കോമൺ ഇത്ര ഫുഡൊന്നും കഴിക്കണ്ട. പ്രത്യേകിച്ചിട്ട് ഇവർക്ക് കഴിക്കുന്ന ഫുഡ് നല്ല ഹെൽത്തി ഫുഡായിരിക്കും. ആ ഫുഡ് കഴിച്ചിട്ട് ഇവർ ഒന്നും ചെയ്യുന്നില്ല, കടന്നുറങ്ങുക. ഇപ്പൊ രാവിലെ കുട്ടി രാത്രി അമ്മേനെ ഉറങ്ങാൻ വിടില്ല, രാവിലെ അമ്മ കടന്നുറങ്ങും. അപ്പൊ രാത്രി ഉറക്കത്തെ എന്തായ പ്രശ്നം? നമ്മളെ കാര്യങ്ങളെല്ലാം തെറ്റാൻ തുടങ്ങും. ഹോർമോണ് തെറ്റാൻ തുടങ്ങും. ഞാൻ പറയാം, രാത്രി ഉറങ്ങിയിട്ട് നമ്മളെ മെയിൻ ഒന്ന് സ്ത്രീകളുടെ ഹോർമോൺ ഒന്ന് എസ്ട്രോജൻ. സ്ത്രീകൾക്ക് 2 ഹോർമോൺ ഉണ്ട്. ഓക്കെ, പുരുഷന്മാരിൽ ഒന്നും സ്ത്രീകൾ 2 ഹോർമോൺ ഉണ്ട്. സ്ത്രീകൾ ഒന്ന് എസ്ട്രോജനും ഒന്ന് പ്രൊജസ്ട്രോൺ. പ്രൊജസ്ട്രോൺ നമ്മളെ അണ്ടം ഉൽപ്പാദിപ്പിക്കാനാണത്. പിന്നെ ഒന്ന് നമ്മളെ സ്ത്രീകളുടെ ഹോർമോൺ നിലവിൽ കാണാനുള്ളതാണ് ഹോർമോൺ ഒന്ന് എസ്ട്രോജൻ. ആണുങ്ങളത് അറിയാലോ, പുരുഷന്മാർ ടെസ്റ്റോസ്റ്ററോൺ. അപ്പോ ഈ ഇവരെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ കടന്നുറങ്ങും. അപ്പൊ ഈ ഒരു വ്യതിയാനം, ഈ ഫുഡ് കഴിച്ചുള്ള വ്യതിയാനമായിരിക്കും. നമുക്ക് കോമൺ ആയിട്ട് നമ്മളെ ഹോർമോൺ ഡെവലപ്പിൽ ഒരു വ്യതിയാനം ഉണ്ടാവും, ശരീര വളർച്ചയിൽ ഒരു വ്യതിയാനം ഉണ്ടാവും, പിന്നെ ഫാറ്റ് തൂങ്ങാതുള്ളൂ. അത് മെയിൻ ഒരു കാരണം അതാണ്. ഈ 2 കാരണത്താൽ നമുക്കൊന്ന് ഉറക്കം, പിന്നെ ഒന്ന് നമ്മൾ കഴിക്കുന്ന 6 മാസം സുഖ ചികിത്സയിൽ കഴിക്കുന്ന നല്ല ഫുഡുകൾ. ഈ ഫുഡാണ് നമ്മളെ ഈ രീതിയിലേക്ക് എത്തിക്കുന്നത്. ഇതൊരു തെറ്റല്ല, ഞാൻ വീണ്ടും പറയുകയാണ്. എല്ലാവരും കഴിക്കേണ്ട ഫുഡാണ്. അവര് നിലനിൽപ്പിന് കഴിച്ചേ പറ്റൂ. അപ്പോ ഇനി നമുക്ക് എക്സസൈസ് എങ്ങനെ തുടങ്ങാം, എപ്പോ തുടങ്ങാം? അപ്പോ നോർമൽ ഡെലിവറി ആയ ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് 6 ആഴ്ച കഴിഞ്ഞ് കോമൺ ആയ നോർമൽ എക്സസൈസ് പുറമെ നടക്കാം. അല്ലെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് കോമൺ ആയ വർക്കൗട്ടുകൾ നമുക്ക് ചെയ്യാവുന്നതാണ്. സിസേറിയൻ ആണെങ്കിൽ 6 മാസം കഴിഞ്ഞ് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, പിന്നെ എന്താണ് നല്ല രീതിയിലുള്ള ഒരു എക്സസൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രഗ്നൻസി ടൈമിൽ തന്നെ, അഥവാ 4 മാസം 5 മാസം 6 മാസം നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് കോർ എൻഗേജ് ചെയ്തിട്ടുള്ള വർക്കൗട്ട് എന്നല്ല, നിങ്ങൾ എപ്പോഴും നമ്മളിപ്പോ കോമൺ എല്ലാ വർക്കൗട്ടും ചെയ്യാറുണ്ട്. ആപ്സിന് വേണ്ടിയിട്ടുള്ള ലെഗ് റൈസ് ഉണ്ട്, ക്രഞ്ചസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കോമൺ സിമ്പിളായ വർക്കൗട്ട് ആയിരുന്നു. നിങ്ങളെ കോർ, നമ്മൾ ഈ ആപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു മസിലാണ്, ചെറിയൊരു മസിലാണ്. വലിയ മസിലുകളൊന്നും മറ്റുള്ള മസിലെ പോലെ റിക്കവറി കൂടുതൽ ടൈം പെട്ടെന്ന് നമുക്ക് റിക്കവർ ചെയ്യാം. കാരണം വെച്ചാൽ ഇന്റേണൽ ഒബ്ലിക്കും എക്സ്റ്റേണൽ ഒബ്ലിക്കും റീകട്സ് അബ്ഡോമിനൽ. ഓക്കെ, പിന്നെ നമ്മൾ അപ്പർ ലോവർ എന്ന് പറയുന്ന 6 പാക്കിന്റെ ഈ സംഭവം നമ്മള് സ്റ്റെർണം
ഇതാ നമ്മൾ ഈ ഒരു സ്റ്റം എന്ന് പറഞ്ഞൊരു എല്ല്. ഇവിടുന്ന് നമ്മൾ ആ പാക്ക് തുടങ്ങുന്നത്. പിന്നെയാണ് ഈ ലോവർ ആപ്സിലേക്ക് വരുന്നത്. ഇതാണ് മിക്ക 100% സ്ത്രീകളിൽ ഉണ്ടാകുന്നൊരു ഫാറ്റിങ്ങിനെ കെട്ടി നിൽക്കുക. ഓക്കെ, ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ ആ ഫുഡിന്റെ ഇതിലും ഉറക്കമില്ലായ്മയിലും ഉണ്ടാകുന്ന മെയിൻ കാരണത്താൽ വരുന്നതാണ്. പോലെ ഒന്നുമല്ല. അത് നിങ്ങൾ ഒരു പേടിക്കേണ്ട ഒരു അവസ്ഥയില്ല. നമുക്ക് വർക്കൗട്ടിലൂടെ മാറ്റാം. ഓക്കെ, അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നോർമൽ ഡെലിവറി ആണെങ്കിൽ 6 ആഴ്ച, സിസേറിയൻ ആണെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് മാത്രമേ വർക്കൗട്ടിലേക്ക് കടക്കാൻ വേണ്ടി പറ്റൂ. നല്ല ഡയറ്റ് എന്ന് വെച്ചിട്ട് ഇനി നമ്മള് നല്ലപോലെ കഴിച്ചു, 6 മാസം നല്ല ഫുഡ് കഴിച്ചു, ഇനി നമ്മൾ വർക്കൗട്ടിലേക്ക് കിടക്കണം. വർക്കൗട്ടിലേക്ക് നല്ല ഡയറ്റിലേക്ക് കിടക്കണം. ഫ്രൂട്ട്സ് നല്ലപോലെ കഴിക്കും. ഫ്രൂട്ട്സ് വെജിറ്റബിൾ നല്ലപോലെ കഴിക്കും. നല്ല എക്സസൈസ് ചെയ്യാം. നല്ല എക്സസൈസ് വെച്ചിട്ട് നമ്മൾ കോർ ഡയറ്റ്. ഞാൻ എക്സസൈസ് 4-5 എക്സസൈസ് ഞാൻ കാണിക്കുന്നുണ്ട്. വീഡിയോ ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോ അതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമണായി ഡെലിവറി കഴിഞ്ഞ ഉടൻ ഒരു തുണിയില്ലേ, ഒരു എന്താ പറയാ, ഒരു നമ്മുടെ ചുരിദാറിന്റെ ഷാള് പോലത്തെ ഒരു തുണി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് പണ്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മളെ അമ്മയെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് നോർമൽ ഡെലിവറി കഴിഞ്ഞ ഉടൻ തന്നെ സ്ത്രീകളുടെ ഈ അരയിൽ ഈ തുണി വെച്ച് കെട്ടും. വയറ് തൂങ്ങുന്നതായിട്ട്, ഡമ്മി ഫാറ്റ് പുറത്തേക്ക് വരുന്നതായിട്ട് ഈ കെട്ടി വെക്കും. നോർമൽ ഏജിൽ കുറച്ച് ടൈറ്റ് ആക്കിയിട്ട് കുറച്ച് ദിവസം, കുറച്ച് മാസങ്ങളോട് ഇങ്ങനെ കെട്ടി വെക്കും കോമൺ ആയിട്ട്. അപ്പൊ ആ ഒരു അതൊരു വർക്കൗട്ട് പോലെയാണത്. ഇപ്പോഴത്തെ ആൾക്കാർ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അത് കേട്ടറിവാണ്, ഒരു ഡോക്ടറെ നോളജ് ഒന്നും എനിക്കില്ല. ഓക്കെ, അപ്പോ അത് കേട്ടറിവാണ്. അതങ്ങനെ ചെയ്താൽ 75% അത് ഉള്ളിലേക്ക് പോകാനുള്ള നല്ലൊരു വർക്കൗട്ടാണ്, ടിപ്സ് ആണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരു തുണി കൊണ്ട് വേറെ സഹായത്തോടു കൂടി ഫുള്ളൊന്നും നമ്മൾ ഈ ഒരു ആപ്സ് ഫുള്ളായിട്ടുള്ള ആപ്സ് ഒരു ആവറേജ് ടൈറ്റിൽ കെട്ടി വെക്കുക. രാവിലെ മുതൽ വൈകിട്ട് വരെ കെട്ടി വെക്കുന്നത്. അത് 90 ദിവസം 60-70 ദിവസം കണ്ടിന്യൂ തുടരുക. കെട്ടിവെച്ചാൽ എന്താവും, മസില് പുറത്തേക്ക് തള്ളാതെ നമുക്കൊരു 75-85% നമുക്കത് കെയർ ചെയ്ത് നടക്കാൻ പറ്റും. പിന്നുള്ള വർക്കൗട്ടാണ് നിങ്ങൾ നടക്കുമ്പോഴും ആപ്സ് എൻഗേജ് ചെയ്ത് നടക്കുക. ഇങ്ങനെ ടൈറ്റ് ചെയ്യുക. എന്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ സ്റ്റാൻഡിങ്ങിലുള്ള സമയത്ത് ഇത് എൻഗേജ് ചെയ്തിട്ട് ഫുൾ ടൈറ്റ് ചെയ്തിട്ട് സൈഡ് ബെൻഡ് കൊടുക്കുക. എവിടേക്ക് ഇരുന്നിട്ടാണെങ്കിൽ വലിയ മുട്ട് കൊണ്ട് നീ കൊണ്ട് ക്രഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 5 വർക്കൗട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് നമ്മൾ കോമൺ ആയി ലെഗറൈസ് ചെയ്യുന്ന പോലെ ചെയ്യാൻ വേണ്ടി പാടില്ല. കോർ നല്ലപോലെ ടൈറ്റ്. എപ്പോ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കോർ നല്ലപോലെ ടൈറ്റ് ചെയ്ത് പിടിക്കാൻ. ഇങ്ങനെ പിടിക്കാനല്ല, ശ്വാസം വിടണം. ഇൻഹേൽ ചെയ്യണം. ഇത് ടൈറ്റ് ചെയ്തിട്ട് ശേഷം ബ്രീത്ത് അപ്പ് ആൻഡ് ഡൗൺ ചെയ്തിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യാം. നല്ല എഫക്റ്റീവ് വർക്കൗട്ടാണ്. ഞാൻ നല്ലൊരു വർക്കൗട്ട് 3-4 വർക്കൗട്ട് നല്ല വർക്കൗട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ആ വർക്കൗട്ട് നിങ്ങൾക്ക് 3 നേരം ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഞാൻ പറയുകയാണ്, തുടർച്ചയായി പറയുകയാണ്, 6 മാസം 6 ആഴ്ച അത് കഴിഞ്ഞ് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം ഈ ഒരു വർക്കൗട്ട് ചെയ്യാം. നല്ല ബെനിഫിറ്റ് ആയിരിക്കും. പറയുന്ന പോലെ വർക്കൗട്ട് ചെയ്യണം. എൻഗേജ് ചെയ്തിട്ട് എപ്പോഴും വർക്കൗട്ട് ചെയ്യുന്ന നമ്മുടെ ആപ്സ് നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യാം. നല്ലൊരു ബെനിഫിറ്റ് ആണ്. പിന്നെ നിങ്ങളുടെ ഡയറ്റാണ്, അതൊരിക്കലും മറക്കാൻ വേണ്ടി പാടില്ല. നല്ല ഡയറ്റ് ചെയ്യുക. നല്ല ഫ്രൂട്ട്സ് കഴിക്കുക. വെജിറ്റബിൾ കൂടുതൽ കഴിക്കും. സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതൽ ഡൗൺ ആക്കി കൊണ്ടുവരിക. അപ്പൊ നമ്മൾ ഈ കഴിക്കുന്ന ഫുഡ് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു കാലയളവിൽ കഴിക്കുന്ന ഫുഡെല്ലാം സാച്ചുറേറ്റഡ് ഫുഡ് ആയിരിക്കും. നമുക്ക് സാച്ചുറേറ്റഡ് ഫാറ്റ് ഫുഡ് ആവശ്യമാണ്. നമ്മുടെ ഹോർമോൺ ഡെവലപ്പിന് ആവശ്യം. ഓക്കെ, നമുക്ക് മുട്ടേന്റെ മഞ്ഞ് ആവശ്യമാണ്. നമ്മുടെ ഹോർമോണിന് ആവശ്യം മുട്ടേന്റെ മഞ്ഞ. ഞാൻ അന്ന് പറഞ്ഞു 10 മുട്ടേന്റെ പേര് 1 കഴിക്കാൻ മഞ്ഞ, അല്ലെങ്കിൽ 2 കഴിക്കാം നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ. ബാക്കി 3 വരെ സേഫ്റ്റി. 10 മുട്ടേന്റെ പേര് നിങ്ങൾ 10 മഞ്ഞ കഴിക്കാൻ വേണ്ടി പാടില്ല. അത് അധികം കഴിച്ചാൽ അമൃതം വിഷാന്ന് പറഞ്ഞിട്ട് അതുപോലെയാവും. നമുക്ക് സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ ആവശ്യം, പക്ഷേ ഒരിക്കലും കൂടാൻ വേണ്ടി പാടില്ല. ലിമിറ്റ് വെച്ചിട്ട് മാത്രം. അപ്പോ ഫാറ്റ് ഫുഡ് കുറക്കുക. നല്ല വർക്കൗട്ട് ചെയ്യുക. ഞാൻ പറയുന്ന വർക്കൗട്ട് പിന്നെ അഗൈൻ ഞാൻ പറയുന്നത് നല്ല വർക്കൗട്ടാണത്. എല്ലാവരും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നല്ല ഡയറ്റ് ആയിരിക്കണം. കണ്ടിന്യൂ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഇത് കെട്ടുന്ന രീതി കോമൺ ആയിട്ട് എല്ലാവർക്കും പറ്റുന്നവരെ നമ്മളൊരു ഷാളോ അല്ലെങ്കിൽ ഒരു ലുങ്കിയോ ഒരു ഹാഫ് പീസ് എടുത്തിട്ട് ഫുൾ കവർ ചെയ്യണം. നമ്മൾ ഈ ആപ്സ് ഫുൾ ആയിട്ട് ലോവർ ആപ്സ് മെയിൻ നമ്മുടെ ഒബ്ലിക്ക് ഇന്റേണൽ ഒബ്ലിക്കും ബ്രിക്കറ്റ്സ് അബ്ഡോമിനും എല്ലാം ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ഒരു ഏവറേജ് ടൈറ്റിൽ വെക്കുക. കുറച്ച് മാസങ്ങളോളം, അതിന് ഇത്ര ദിവസത്തോളം വെക്കുക. നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോ ഇതിലൊന്നും പേടിക്കാനൊന്നുമില്ല. ആ വർക്കൗട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. വർക്കൗട്ടും കൂടി ചെയ്യുക. ദിവസം ഒരു 3 നേരം, ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ 2 നേരം
ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോ ഇതെല്ലാവർക്കും ഉപകാരപ്പെടും. ഇതിൽ എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ട്, അഥവാ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, ഇങ്ങനെയാണ്, എന്തുണ്ടെങ്കിലും നിങ്ങൾ ഒരു കമാൻഡ് രീതിയിൽ അല്ലെങ്കിൽ എന്റെ നമ്പർ വരെ അതിൽ കൊടുക്കുന്നുണ്ട്, വാട്സപ്പിൽ അയക്കുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് കൂടുതലുണ്ടോ എനിക്കറിയുന്ന ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യും. ഒരു ഡോക്ടർ അഗൈൻ ഞാൻ പറയുകയാണെങ്കിൽ ഡോക്ടർ നോളജ് ഒന്നും എനിക്കില്ല, എന്റെ എക്സ്പീരിയൻസ് ആണ് എന്റെ വിദ്യാഭ്യാസം. എന്റെ ഈ ഒരു കാലയളവിൽ ഞാൻ പഠിച്ച കാര്യങ്ങളും ഞാൻ ചെയ്ത കാര്യങ്ങളും എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങളും അതിലൂടെ കിട്ടുന്ന അറിവുകളെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു. ഇതിൽ നിങ്ങൾക്ക് എത്ര ശരിയുണ്ട് എത്ര തെറ്റുണ്ട് നിങ്ങൾ കോമൺ എന്നെ അറിയിക്കണം, എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ. അപ്പോ വേറെ ഒന്നുമില്ല, വീഡിയോ നിങ്ങൾ എത്ര തരങ്ങൾ കൂടി കഴിഞ്ഞാലും ഫുള്ളായിട്ട് കേൾക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വീണ്ടും വീണ്ടും വീഡിയോ ഫുള്ളായിട്ട് കാണുക. കമാൻഡ് രൂപത്തിൽ എന്തായി കഴിഞ്ഞാൽ എനിക്ക് എസ് ഓർ നോ പറയണം എന്നോട്, എന്നാൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പോ അടുത്തൊരു വീഡിയോയുമായി മച്ചാട്ട് ഫിറ്റ്നസ് വീണ്ടും വരും. അപ്പോ ഇനി ആരെങ്കിലും എന്റെ ഈ ചാനൽ, ചെറിയൊരു ചാനൽ മച്ചാട്ട് ഫിറ്റ്നസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക. ഇനിയും മുന്നോട്ട് കൊണ്ടുപോവുക. നല്ല നല്ല ടോപ്പിക്കായിട്ട് മച്ചാട്ട് വീണ്ടും വരും. ലേറ്റ് ആകത്തില്ല. നല്ല നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എന്നോട് നല്ല ടിപ്സ് ചോദിച്ചാൽ ഞാൻ അത്രയും പെട്ടെന്ന് വരും, അല്ലെങ്കിൽ ഞാൻ ലേറ്റ് ആവും. നിങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ടാവും. അതുകൊണ്ട് മറക്കണ്ട. അപ്പോ ഫ്രൈഡേ ആണ്, ഫുഡ് കഴിക്കാൻ സമയമായി, എനിക്കും പോകണം. അപ്പോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മച്ചാട്ട് ഫിറ്റ്നസ് വീണ്ടും വരും. അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ.